പ്രിയമുള്ളവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം പ്രചരിപ്പിക്കുവാൻ, യേശു സത്യദൈവമാണെന്ന് ലോകത്തോട് വിളംബരം ചെയ്യുവാൻ ആ ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഈ ആനന്ദം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ ചെറിയ ചിന്തകൾ ഈ ചാനലിലൂടെ നമ്മൾ ലോകത്തിന് നൽകുകയാണ്. ഇന്ന് ഞാൻ വളരെ വേദനയോടും ദുഃഖത്തോടും കൂടി ഈ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇന്ന് ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ മതേതരത്വ സ്വഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വരികയാണ്. നമ്മളറിയേണ്ട വലിയൊരു കാര്യമുണ്ട്. ഉത്തരേന്ത്യയിൽ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയിരിക്കുക. ഇവിടുത്തെ സർക്കാർ സുവിശേഷം പ്രസംഗിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ അതെന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ, അവരെ കൽത്തുറങ്കിലടയ്ക്കുവാൻ ഒരു കിരാത നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് സുവിശേഷ പ്രഘോഷകർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനവും ആർക്കും വേണ്ടാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആലിംഗനം ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് ലഭിക്കാത്ത ആനന്ദവും സന്തോഷവും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് അവർക്ക് ലഭിക്കുമ്പോൾ, ഈ കടന്നു ചെല്ലുന്ന മിഷണറിമാരിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ അവരും ഈ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ അവരാഗ്രഹിക്കുക. അവിടുത്തെ ജനങ്ങൾ അവരെല്ലാവരും ഈ രീതിയിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. നന്മ ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളിലേക്ക് അവർ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ ഇവരാഗ്രഹിക്കുകയും അവർ കടന്നു വരാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ അവരെ മാമോദീസ മുക്കുകയോ ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പുരോഹിതരെ, പാസ്റ്റർമാരെ എന്ന് വേണ്ട ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കുന്നവരെയൊക്കെ ഈ കിരാത നിയമം ഉപയോഗിച്ച് മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൽത്തുറുങ്കിലേക്ക് അടയ്ക്കാൻ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ. ആരെല്ലാം എവിടെയെല്ലാം നടന്നാലും വളരെ ശക്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഈ സന്ദേശം, ഈ സ്നേഹത്തിൻ്റെ ഈ സന്ദേശം, യേശു സത്യദൈവമാണെന്നുള്ള സന്ദേശം ക്രൈസ്തവര് ലോകത്തോട് വളർന്നിരിക്കും. അതിന് വെടിവെക്കുകയോ കൊല്ലുകയോ കള്ളക്കേസിൽ പെടുത്തി പുരോഹിതന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചാൽ ഇത് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ചിന്തിക്കുകയാ, ഉത്തർപ്രദേശിലെ ഒരു MLA പൊതുവേദിയിൽ ആയിരങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു വീഡിയോ ഇന്ന് സമൂഹ മധ്യത്തിൽ പ്രചരിക്കുന്നുണ്ട്. BJP RSS ബന്ധങ്ങൾ ഭാരതത്തിലെ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുകയാണ്. ഒരു MLA ഈ മതേതര രാഷ്ട്രത്ത്, ഈ മതേതര രാജ്യത്ത് നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാനും അത് പ്രകടിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യത്തെ നിഗനിച്ചുകൊണ്ട് പ്രസംഗിക്കുക. എന്താ പ്രസംഗിച്ചത്? ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. പ്രധാനമന്ത്രി ഇതറിയുന്നില്ലേ? ഭരണപക്ഷത്തുള്ള മന്ത്രിമാരറിയുന്നില്ലേ? എന്താണ് അവർ കൊടുക്കുന്നത്? 11 ലക്ഷം രൂപ ഒരു കത്തോലിക്ക പുരോഹിതനെയോ സുവിശേഷ പ്രഘോഷണത്തിന് മുൻനിരയിൽ നിൽക്കുന്നവരെ വധിച്ചാൽ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് 1 ലക്ഷം മുതൽ 11 ലക്ഷം രൂപ വരെ കൊടുക്കും എന്ന് പ്രഘോഷിക്കുക. ആലോചിച്ച് നോക്കിയേ, ഈ രാജ്യത്ത് എത്രമാത്രം വർഗീയ വിദ്വേഷമാണ്
പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് ക്രൈസ്തവം പറയുക, ഇവിടെയുള്ള BJP-ക്കാരനെ RSS-കാരനെ ഉന്മൂലനം ചെയ്യുന്നവന് ഞങ്ങൾ ഫണ്ട് നൽകുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, എന്തായിരിക്കും സ്ഥിതി? ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഭാവനയിൽ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യം ചിന്തിക്കാൻ പറ്റിയില്ല. പക്ഷെ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ട ലോകത്തോട് ഞാൻ പറയുക, എന്താണ് ക്രൈസ്തവരെ, ക്രൈസ്തവ വിശ്വാസികളെ, ക്രൈസ്തവ പുരോഹിതന്മാർ, സമർപ്പിതരെ, പാസ്റ്റർമാരൊക്കെ ഈ ലോകത്തിന് നൽകുന്നത് സമാധാനവും ശാന്തിയാണ്. യേശുക്രിസ്തുവിന്റെ വചനം സമാധാനത്തിന്റെ വചനമാണ്, ശാന്തിയുടെ വചനമാണ്. ആ സമാധാനവും ശാന്തിയും ലോകത്തിന് കൊടുക്കുമ്പോൾ ശത്രുക്കളെ പോലെ കണക്കാക്കി കള്ളക്കേസുകളിൽ കുടുക്കി എത്രയോ ആളുകൾ ഈ ഭാരതത്തിന്റെ വിവിധ ജയിലുകളിൽ നടക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എൻ്റെ സഹോദരന്മാരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഹൃദയം വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുക. എൻ്റെത് മാത്രമല്ല, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഇതുപോണക്കുള്ള കിരാത നടപടിയിൽ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുക. യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ബോംബെടുക്കാനും കഴുത്ത് കണ്ടിക്കുവാനും കൈകാലുകൾ മുറിക്കുവാനും അല്ല പഠിപ്പിച്ചിരിക്കുന്നത്, സ്നേഹിക്കുവാനാണ്. യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിച്ചവര്, തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരോട് താൻ ദൈവപുത്രനാണെന്ന്, ക്രിസ്തുവാണ് എന്നുള്ള ബോധ്യമുള്ള ക്രിസ്തു പറയുക, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് നീ ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവർ, അത് തന്നെയാ ക്രൈസ്തവന്റെ മനോഭാവവും. ആ രക്ഷകനായ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച് എല്ലാവരെയും സ്നേഹിക്കുവാൻ ആഹ്വാനം ചെയ്ത ആ ക്രിസ്തുവിന്റെ സന്ദേശം ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അവനെ വെടിവെക്കുവാനും കൊല്ലുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ മുതിരുന്ന നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് കാട്ടിക്കൂട്ടുന്ന ഇതുപോലുള്ള അതിക്രമങ്ങളെ ഈ ജനാധിപത്യ രാജ്യത്തിലെ ഓരോ മനുഷ്യരും അപലപിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഗ്രഹാം സ്റ്റേൽ സിംഗിനെയും കുടുംബത്തെയും ചുട്ടുകരിച്ച ആ വ്യക്തി ഒന്നേക്കുമായിട്ട് ഈ ലോകത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ആ വ്യക്തി അവരെ ജീപ്പിലിട്ട് കത്തിച്ച് കരിച്ചു കളഞ്ഞ ആ വ്യക്തി നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള ഈ അടുത്ത നാളില് അയാൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ അനുയായികള്, യേശുവിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഇതുപോണക്കുള്ള നന്മകള് ഈ ലോകത്ത് പ്രഘോഷിക്കുകയാണ്. അതുപോലെ ക്രൈസ്തവ വിശ്വാസത്തോട് ഈ പ്രദേശങ്ങളിൽ ഉള്ള നാനാജാതി ആളുകൾ, തീവ്രവാദികള്, എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രയോ ക്രൈസ്തവരെ പീഡിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, നൈജീരിയയിലും മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ക്രൈസ്തവര് മൃഗീയമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് കൊല വിളിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങളെ നശിപ്പിച്ചു കളയുക, ക്രൈസ്തവ ദേവാലയങ്ങളിൽ ബോംബ് വെച്ച് നശിപ്പിക്കുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആരാധന നടക്കുമ്പോൾ അവിടെ ചാവേറുകളായി കിടന്നു എന്ന് അവിടുത്തെ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, വൈദിക വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടു പോകുന്നു, പുരോഹിതന്മാരെ തട്ടിക്കൊണ്ടു പോകുന്നു, പോയി കഴിഞ്ഞു, കന്യാസ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പറയാം, നിങ്ങൾ ആരെയെല്ലാം എവിടെയെല്ലാം തട്ടിക്കൊണ്ടുപോയാലും ഈ ക്രൈസ്തവ മാമോദീസ സ്വീകരിച്ച ക്രിസ്തു വിശ്വാസികൾ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ഈ ലോകത്തിലുള്ള ജീവൻ അവഗണിച്ചുകൊണ്ട് യേശു സത്യദൈവമാണ് എന്നും സകല മനുഷ്യരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്നും ലോകത്തോട് വിളിച്ചു പറയും. യേശു ക്രിസ്തുവിനെ പിന്നാലെ പോകുന്നവരെ പീഡിപ്പിക്കുന്നവരോട് ഞാൻ പറയുകയാ, ആദിമസഭയിലെ അപ്പസ്തോലന്മാരെയും അവരുടെ പ്രബോധനങ്ങൾ കേട്ട് സഭയിലേക്ക് വന്ന ആയിരക്കണക്കിന് ആൾക്കാരെയും
ആ കാലഘട്ടത്തിൽ തന്നെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് തീപ്പന്തങ്ങളായി നിർത്തി മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് കരിച്ച് ചാമ്പലാക്കിയ സംഭവങ്ങൾ സഭയുടെ ചരിത്രത്തിലില്ലേ? യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരില് യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് ബാക്കി 11 പേരും ധീര രക്തസാക്ഷിത്വം വരിച്ചു. എന്താണ് അവർ വരിക്കാൻ കാരണം? യേശു സത്യദൈവമാണെന്ന് അവർക്കറിയാം. യേശുവിനോടൊത്ത് സഞ്ചരിച്ചവരാ. യേശുവിൻ്റെ മരണത്തില് അവർ പങ്കെടുത്തവരാ. യേശുവിൻ്റെ ഉയർപ്പ് അവർ നേരിട്ട് കണ്ടവരാ. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടവരാ. യേശുവിൻ്റെ ഉത്ഥാനം അവർ മനസ്സിലാക്കിയവരാ. അവര് ഈ വലിയ സത്യം, ഈ ലോകത്തിലെ ജീവിതങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം യേശുവിനെ പ്രതി ഉച്ഛിഷ്ടമായി കണക്കാക്കി യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തവരാ. അതാ ഓരോ ക്രൈസ്തവനും. അതുകൊണ്ട് ഈ ക്രൈസ്തവരെ പീഡനങ്ങൾ നടത്തി നിങ്ങൾ ഉന്മൂലനം ചെയ്യാമെന്ന് ഒരിക്കൽ പോലും വിശ്വസിക്കേണ്ട, കരുതം എന്ന് നിങ്ങൾ കരുതുകയും വേണ്ട. കാരണം അവർ ക്രിസ്തുവിനെ അറിഞ്ഞവരും ക്രിസ്തുവിനെ മനസ്സിലാക്കിയവരുമാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളുണ്ട്, വിവിധ നേതാക്കന്മാരുണ്ട്. ഇങ്ങനെയുള്ള അക്രമങ്ങള് അനീതികളൊന്നും അവരുടെ ദൃഷ്ടിയിൽ പതിയാറില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാ, ഞങ്ങളെ രക്ഷിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, BJP ഗവൺമെന്റ് അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയല്ല ഞങ്ങളെ രക്ഷിക്കുന്നത്. ഈ പാർട്ടികളൊക്കെ ഈ ലോകത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾ മുമ്പ് തന്നെ യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ഈ ലോകത്തിൽ സംജാതമായി. അപ്പൊ ഞങ്ങളെ രക്ഷിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ഒരു വലിയ ബോധ്യം ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.